ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് ചെറിയ വീഡിയോ ഒക്കെ കണ്ടാലോ? അപ്പോൾ ഞായറാഴ്ചക്കത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞായറാഴ്ചക്കത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ പോയിട്ട് സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുക. വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ മറക്കാതെ ചെയ്യുക. പിന്നെ സ്കിപ്പ് ചെയ്യാതിരുന്ന് വീഡിയോ ഒക്കെ കാണാം. പിന്നെ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. ഞായറാഴ്ചയാണ്. അപ്പോൾ അതിന് ആവശ്യമായിട്ട് അരി എടുത്ത് വെച്ചിരിക്കണേ. പിന്നെ അരി കഴുകിങ്ങാണ്ട് വെള്ളത്തിൽ വെക്കാച്ചിട്ട് അങ്ങനെ അത് വെച്ചതാണ്. പിന്നെ ഞാൻ ക്യാരറ്റ്, ഉള്ളി, പിന്നെ ചപ്പ്, പുതിന, പിന്നെ ലേശം പട്ട, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ ലേശം നമ്മൾ നെയ്ച്ചോറിലിടുന്ന ഇല ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടുങ്ങാണ്ട് അങ്ങനെ അതൊക്കെ അവിടെ മുറിച്ച് വെച്ചിരിക്കണം. അങ്ങനെ പിന്നെ ഞാൻ വേഗം അതൊക്കെ നോക്കാൻ വേണ്ടി ഇങ്ങാണ്ട് പോവുകയാണ്. അങ്ങനെയൊക്കെ കഴിഞ്ഞ് വേഗം ഞാൻ അടുപ്പത്ത് പാത്രം വെച്ച് അപ്പോൾ അവിടെ കഴുകിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ നിറം. അപ്പോൾ ഞാൻ ഏതായാലും ഇതൊക്കെ കഴിഞ്ഞാണ്ട് ലാസ്റ്റ് തുടച്ചിടാച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. അങ്ങനെ ഞാൻ ഓലക്കൊടിയൊക്കെ കത്തിച്ച് അങ്ങനെ വേഗം ചെമ്പട്ടി ചൂടായപ്പോൾ എണ്ണ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒഴിച്ച് കൊടുത്ത് അങ്ങനെ അത് ചൂടായതിന് ശേഷം ഞാൻ വേഗം അരിയൊക്കെ കഴുകി വെച്ചിരുന്നു. അങ്ങനെയൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിങ്ങാണ്ട് ഒരു അരമണിക്കൂർ അതൊക്കെ വെച്ചിക്കണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം ഉള്ളിയും അതൊക്കെ പാടൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാച്ചിട്ട് അങ്ങനെ സവാളൊക്കെ ഇട്ട് കൊടുത്തേക്കണം. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു എല്ലുമ്പാടക്കാണ്ട് ഇട്ട് കൊടുത്തങ്ങാണ്ട് ഇങ്ങനെ വേഗം ഇങ്ങോട്ട് ഇതാക്കാച്ചിട്ട് അങ്ങനെ ഞാൻ ഫസ്റ്റ് അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഉള്ളിയൊക്കെ. അങ്ങനെ ഞാൻ ഉള്ളിയും പിന്നെ ഒക്കെ ഒന്ന് കുറച്ച് ഇതായപ്പോൾ ലേശം ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഉണ്ടായിരുന്നു, അതും പിന്നെ ക്യാരറ്റിൻ്റെ കണ്ടും അങ്ങനെ അതൊക്കെ ഇപ്പോൾ അവിടെ ഇട്ട് കൊടുത്ത് പട്ടിയും ഇങ്ങനെ ഇട്ടുങ്ങാണ്ട് ഞാൻ വേഗം മൂപ്പിച്ചെടുക്കുകയാണ്. 2 ഇല്ലി നമ്മളെ ചപ്പുണ്ടല്ലോ അതിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്ത്, ഈ ഇല എന്താ ഇട്ട് കൊടുത്ത് നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ. നെയ്ച്ചോറിന് നല്ല ടേസ്റ്റ് ഇട്ടലുണ്ട്. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ അതൊക്കെ വേഗം ഒന്ന് വാട്ടിയെടുക്കണം. വീഡിയോ ഒക്കെ കാണുമ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റൊക്കെ എഴുതി അറിയിക്കൊണ്ടിട്ടാണ് വിവരങ്ങളൊക്കെ. അങ്ങനെ പിന്നെ ഞാൻ വേഗം അതൊക്കെ ഒന്ന് തയ്യാറാക്കിങ്ങാണ്ട് ബാക്കിയുള്ള പണിക്ക് പോകാൻ നിൽക്കണം. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച കാരണം ഒടുക്കും തിരിയാൻ പറ്റില്ലല്ലോ. അതൊന്ന് റെഡിയായി വെച്ചതിന് ശേഷം വെള്ളമൊക്കെ ഇതാക്കി പാകത്തിന് ഇട്ടതിന് ശേഷം നമുക്ക് വേറെ പണിക്ക് നിന്നാൽ മതിയല്ലോ വെച്ച് ഞാൻ വേഗം അന്ന് അതിൽ നിൽക്കണം. അങ്ങനെ മക്കളും ഹസ്ബൻഡും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഡൈനിങ് ഹാളിൽ നിന്ന്. ഓര് കളിക്കുന്നുണ്ട്. ഇന്നലെ ഞായറാഴ്ച കാരണം പണിയൊന്നും ഇല്ലെന്ന്. അപ്പോൾ ഓരവിടെ ഉണ്ട്, ഒച്ചയൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അരി വെള്ളം ഊറ്റി വെച്ചിങ്ങാണ്ട് ഒന്ന് വറുത്തെടുക്കും. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇതായതിന് ശേഷം ഞാൻ പിന്നെ വെള്ളം ഒഴിച്ചെടുക്കും. ഒന്ന് വറുത്തെടുത്താൽ പിന്നെ നമ്മളെ ചോറ് ഒട്ടി പിടിക്കില്ല. നല്ല പയറും മണി പോലത്തെ വറ്റോലെ ഇരിക്കും. നമ്മളെ മറ്റേ കാണേണ്ട ഇതാകണം കട്ടൊക്കെ പിടിക്കും. ഇതൊന്നും അങ്ങനെയൊന്നും പിടിക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെ വറുത്തുങ്ങാണ്ട് നമ്മൾ ലേശം നേരം ഒന്നുകൊണ്ട് വെക്കുക. എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് പേർക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് എന്നിട്ട് നമ്മൾ അതിക്ക് ആവശ്യമായിട്ടുള്ള 2 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കട്ടോ. ഇതൊന്ന് ഇതായിക്കോട്ടെ. അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ ഒന്ന് വറ്റോളൊന്ന് വറുത്തെടുത്ത് അങ്ങനെ ഞാൻ വെള്ളം അവിടെ പാത്രത്തിലാക്കി വെച്ചിരുന്നു. അങ്ങനെ 2 കപ്പ് വെള്ളം അതിക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ അതാക്കത്തിയിൽ അവിടെ കിടന്ന് വെന്തോളും അല്ലേ. നമുക്ക് നമ്മളെ പണി എടുക്കും ചെയ്യത് അവിടെ കിടന്ന് വെന്തോളും വെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തതാണ്. ലേശം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനവിടെ മൂടി വെച്ച് പിന്നെ ഞാൻ ചിക്കന് നമുക്ക് വെറ്റാച്ചിട്ട് അങ്ങനെ വെച്ചാണ്. ചിക്കൻ കറി ഇവിടെ എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഒന്ന് ലേശം വെള്ളത്തിൽ ഇങ്ങോട്ട് കുഴമ്പാക്കി എടുത്തുങ്ങാണ്ട് ഇതാക്കാച്ചിട്ട് അവിടെ ചിക്കനൊക്കെ കഴുകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിങ്ങാണ്ട് പോവാ വെച്ചിട്ട് അങ്ങനെ നിന്നതേന്ന്. അപ്പോൾ അടുപ്പത്തായ കാരണമാണ് നമ്മൾ പണിയെടുക്കുമ്പോഴത്തേ അതൊരു ഇതാവും. അപ്പോൾ ഞാനവിടെ ഇങ്ങനെ വെല്ലനെ കത്തിച്ച് കൊടുത്തുങ്ങാണ്ട് ഇതാക്കി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ വെള്ളമൊക്കെ വറ്റുന്നുണ്ട്. അങ്ങനെ റെഡിയായി വരികയാണ്. അപ്പോൾ നെയ്ച്ചോറിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ അതാണ്ട് എന്തൊക്കെ ശരിയായിക്കണം. പിന്നെ നമുക്ക് ചിക്കൻ ഗ്രേവി ഇങ്ങനെ ഉണ്ടാക്കുക നോക്കുക. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളി ഉള്ളിയും
പിന്നെ ചപ്പും പൊതിനയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് മക്കൾക്ക് എരിവ് ഇഷ്ടമല്ല. കാരണം നമ്മൾ മുളകും പൊടി എങ്ങനെ അതിൽ ഇടുമല്ലോ. ഞാൻ പച്ചമുളക് ഇടലില്ല. നമ്മൾ മക്കൾ തിന്നുമ്പോൾ പിന്നെ പാവമല്ല നമ്മൾ എരിവുണ്ടായിട്ട്. അങ്ങനെ പിന്നെ ഞാൻ എത്തി പണിയെടുക്കേണ്ടി വരും. അതൊന്ന് കഴുകിയിട്ട് അവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് പച്ചമുളക് ഇടാതെ മുളകും പൊടി കുറച്ചിട്ടുങ്ങാണ്ട് അങ്ങനെ ഉണ്ടാക്കലാണ്. ആകുമ്പോൾ അവർക്ക് തിന്നും ചെയ്യാം, പാവമല്ല. പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട്. അങ്ങനെ പിന്നെ അവൻ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് ലേശം ഉപ്പിട്ടുങ്ങാണ്ട് ഞാൻ ഉള്ളി വാട്ടിയതേന്. അങ്ങനെ ഞാൻ വിചാരിച്ചു ചെയ്താൽ തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുക. തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തുങ്ങാണ്ട് നല്ല വെന്തിട്ടാട്ടോ പിന്നെ ഞാൻ പൊടികളൊക്കെ ഇട്ട് കൊടുക്കൽ. അങ്ങനെ പിന്നെ അതൊക്കെ നല്ല ഇളക്കിയിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഇതായതിന് ശേഷം ലേശം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ അതൊക്കെ ഇടുന്നുണ്ട്. നല്ല ഇളക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറോളം. ഇങ്ങനെ ഞാൻ പൊടികളൊക്കെ ഇടാച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ ഞാൻ വേഗം ഒന്ന് നല്ലതായതിന് ശേഷം പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ലേശം ചിക്കൻ മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തുങ്ങാണ്ട് അങ്ങനെ ഇതാക്കി ലേശം ചപ്പും പിന്നെ ലേശം വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തുങ്ങാണ്ട് അത് നല്ല അങ്ങോട്ട് ഇതാക്കുന്നുണ്ട്. മസാല ചൂടാക്കി എടുക്കുന്നുണ്ട്. നമ്മളെങ്ങനെ ചിക്കൻ ഊറ്റി വെച്ചാലും എങ്ങനെ ആയാലും ചിക്കൻ ഇടുമ്പോൾ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഞാനത് കാരണം വെള്ളം ഒഴിക്കലില്ല. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തുങ്ങാണ്ട് വെല്ലനെ തീ കുറച്ച് വെച്ചുങ്ങാണ്ട് വെച്ചപ്പോൾ നല്ല പോലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഉഷാറായിന്ന്. അങ്ങനെ പിന്നെ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ ഒക്കെ ഇതായതിന് ശേഷം മൂടി വെച്ച് ഞാക്കത്തിയിൽ ഇങ്ങനെ വെന്തോളുമല്ലോ. അങ്ങനെ ചിക്കൻ്റെ റെസിപ്പി ഇത്ര തന്നെ ഉള്ളൂ. അങ്ങനെ ഞാനതൊക്കെ മൂടി വെച്ചിട്ട് അതവിടെ തയ്യാറാക്കി. പിന്നെ ഞാൻ അംഗനവാടിയിലത്തെ കുട്ടികളെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. ഇതിൻ്റെ അച്ഛൻ്റെ കുട്ടീൻ്റെ പരിപാടിയാണ് അംഗനവാടിയിലത്തെ. അപ്പോൾ ഓരോ ഡാൻസാണ്. അപ്പോൾ ഇടാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഇതിൽ ആഡ് ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ അതിന് ലൈക്കൊക്കെ അടിക്കുക. അതിലുണ്ട് അച്ഛൻ്റെ കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അംഗനവാടിയിലത്തെ പരിപാടിയാണ്.